നിങ്ങൾക്കറിയാലോ, ഞാനും ഇന്നസെൻറ്റും ബാല്യകൗമാരങ്ങൾ ഒരുമിച്ച് പിന്നിട്ടവരാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം. ഞാൻ പല സ്ഥലത്ത് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ നിറമങ്ങാതെ മോഹനേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഷുവർ. അതിൽ ചിലതൊക്കെ ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. അതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും മോഹനേട്ടാ? കേൾക്കാനൊരു സുഖമുണ്ട്. പറയാം. വരൂ ഷിബു. എന്താണ് രണ്ടുപേരും കൂടെ? ഷിബു ചക്രവർത്തി എനിക്കറിയാം. ഇല്ല, ഞങ്ങൾ പഴയ മോഹനേട്ടൻ്റെ ഈ ഓർമ്മകളുണ്ടല്ലോ, ഇന്നസെൻ്റ് ആയിട്ട് കുട്ടിക്കാലം പങ്കിട്ടതൊക്കെ. അപ്പോൾ അത് സിനിമയിലേക്ക് മോഹനേട്ടനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ചർച്ച എന്ന് നടന്നുകൊണ്ട് അത് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും ഷിബുവിൻ്റെ വരവായി. കൊള്ളാലോ, ഇന്നച്ചൻ കഥകളാ. ഞാനും കൂടാ. ഒരു കഥ നമ്മൾ സിനിമയാക്കുന്നു, അതിൻ്റെ തിരക്കഥയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ചില കഥാസന്ദർഭങ്ങൾ തെളിഞ്ഞു വരും. അപ്പോഴാണ് ചില പഴയ കഥകൾ ഓർമ്മ വരിക. ഇതുപോലൊരു സന്ദർഭം നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നതാണല്ലോ. മോനേട്ടൻ ഈ നമ്മുടെ എന്ന് പറയുന്നത് ആരും ഉദ്ദേശിച്ചിട്ടാ? ആരൊക്കെയാണത്? നമ്മുടെ എന്ന് പറയുമ്പോൾ എൻ്റെ, ഇന്നസെൻറ്റിൻ്റെ, പിന്നെ ഇന്നസെൻ്റ് ഈ കഥാപാത്രങ്ങളാക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, ആ വ്യക്തികളുടെ. എൻ്റെ ഇന്നസെൻ്റ് പ്രതിപാദിക്കുന്ന മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും ഞങ്ങളൊരു ബാച്ചായിരുന്ന ഗ്രൂപ്പ് ആൾക്കാരെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയാറ്. പിന്നെ ചില സംഗതികൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട് ഇന്നസെൻ്റ്. ഞാൻ ചില സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫോൺ വന്നില്ലേ ജോൺസൺ, അയാൾ ഇതേമാതിരി തന്നെ ചില കഥാപാത്രങ്ങളെ, ചില സന്ദർഭങ്ങൾ, ചില അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കൂടെ നടക്കുന്ന പല സന്ദർഭങ്ങളും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. ഇത് എല്ലാം ഒരു പ്രത്യക്ഷമായിട്ടുള്ള രീതിയിലല്ലെങ്കിലും അതിന് ഒരു 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 അഡോപ്റ്റേഷൻ ഞാൻ എൻ്റെ പല രചനകളിലും കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഓർമ്മയെന്ന് പിന്നത്തെ നെക്സ്റ്റ് പ്രോസസ് എന്താണ്? ആ ഓർമ്മയുടെ പൊട്ടും പൊടിയും ആലോചിക്കുന്ന സീനിലേക്ക് ഇണക്കി ചേർക്കും. ആ സീൻ അതുകൊണ്ട് കൊഴുക്കുമെന്ന് തോന്നിയാൽ സ്വീകരിക്കും. പഴയ ഓർമ്മകളൊക്കെ അതേപോലെ തന്നെ മോഹനേട്ടൻ്റെ സിനിമകളിൽ ചിത്രീകരിക്കാറുണ്ട്. അതേപടി ചിത്രീകരിക്കാറില്ല, പക്ഷെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ചിലത് ഡിറ്റോ ആയിട്ടും ചിത്രീകരിക്കാറുണ്ട്. അങ്ങനെ അല്ലാത്തത് എന്താണ്? കഥയുടെ സന്ദർഭത്തിന് സമാനമായ ഒരു സംഭവമായിരിക്കില്ല ഓർമ്മയിൽ വരിക, വേറൊരു നിമിഷമാവാം. പക്ഷെ അതിനെ ഈ സീനുമായിട്ട് എങ്ങനെ ഇണക്കിച്ചേർക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇതിന് കിട്ടാവുന്ന ഡയമെൻഷൻ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇന്നച്ചനും മോഹനേട്ടനും ഒന്നിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഏതെങ്കിലും ബാല്യകാല അനുഭവം നിങ്ങളുടെ തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? നിരവധിയുണ്ട്. ഇളക്കങ്ങളിലെ കറവക്കാരൻ ദേവസിക്കുട്ടി, പാലുകാരൻ ബസനം അന്തോണി, ചെത്തുകാരൻ, ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ എനിക്കും ഇന്നസെൻറ്റും നേരിട്ട് അറിയാവുന്നവരുമാണ്. ഇരിങ്ങാലക്കുട ജീവിച്ചിരുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ളവരാണ്. അടുത്ത കാലത്തെടുത്ത ചിത്രങ്ങളിൽ ഏതെങ്കിലും? അങ്ങനെ ഒരു അവധിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചുണ്ടി മാഷ് ഉണ്ടായിരുന്നു. ചുണ്ടി മാഷ് എന്നാണ് അങ്ങനെ പേര്. പിള്ളേരുടെ മെത്തലെ കയറും, അധ്യാപകരുമായിട്ട് ശണ്ടം കൂടും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്ലാസ് സ്കൂളിൽ ഒരു പുതിയ പാട്ട് ടീച്ചർ വന്ന് ജോയിൻ ചെയ്തു. ഈ പാട്ട് ടീച്ചറുടെ ക്ലാസ് ആണെങ്കിലോ ഈ മാസ്റ്റർ തൊട്ടടുത്താണ്. ചുണ്ടി മാസ്റ്ററുടെ താപനില ഉയരാൻ വേറെ ഒന്നും വേണം. ഉയർന്നു എന്ന് മാത്രമല്ല, ചുണ്ടി മാഷ് പരാതിയുമായി ഹെഡ് മാസ്റ്ററെ സമീപിച്ചു. പുള്ളി അത് തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു. അങ്ങേരൊരു നയജ്ഞനായിരുന്നു. മോനേട്ടാ, അത് അതേപടി സിനിമയിലുണ്ടല്ലോ. സിനിമയിൽ ചുണ്ടി മാസ്റ്റർ റോൾ അഭിനയിച്ചത് ശ്രീനിവാസൻ, പാട്ട് ടീച്ചറുടെ റോൾ അഭിനയിച്ചത് സംയുക്ത. സിനിമയിൽ അവർക്കിടെ സംഭവിച്ചതെല്ലാം വെറും ഭാവന. പക്ഷെ പാവം പാട്ട് ടീച്ചറും ചുണ്ടി മാഷും ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഈ നയജ്ഞ മാഷിനെ സിനിമയിൽ അവതരിപ്പിച്ചത് ഇന്നച്ചനല്ലേ? അതെ. നെടുമുടി വേണും കൂടി ചേർന്നിട്ടായിരുന്നില്ല അതിൻ്റെ തിരക്കഥ. വേണിച്ചേട്ടൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കമൻ്റുണ്ട്, തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ഹെഡ് മാസ്റ്റർ റൂമിൽ കയറിയിട്ടുള്ള ഇന്നച്ചന് തല്ലില്ലാതെ ഇങ്ങനെയെങ്കിലും ഈ സിനിമ കാരണം ഒന്ന് ഹെഡ് മാസ്റ്റർ റൂമിൽ കയറാൻ പറ്റി.
എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് കിടന്ന് കാറല്ലേ സാറാ കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി. സയൻസും കണക്കും മാത്രം മതിയോ? കുട്ടികൾക്ക് ഇത്തിരി സംഗീതമൊക്കെ വേണ്ടേ? പിന്നെ സംഗീതം പഠിച്ചിട്ട് പിള്ളേർ മുഴുവൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്തിലാകാൻ പോവല്ലേ. ചെമ്പയും വൈദ്യനൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പാവം കുട്ടിക്ക് ഒരു പണി കിട്ടിയതല്ലേ, അതൊരു വഴിക്ക് നടന്നോട്ടോ. ഓ നടന്നോട്ടെ, ഞാൻ ലീവ് എടുത്തോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനൊരു ബഹളത്തിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇന്ന് പാട്ടു വേണ്ട, കുട്ടികൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു കുറിപ്പ് കൊടുത്തയക്കാം. എന്നിട്ട് വൈകുന്നേരം നമുക്കൊന്നിരിക്കാം. താൻ സമാധാനായിട്ട് ചെല്ലേ. ഷിബു, ഇപ്പോൾ ഞാൻ ഡയറക്ടർ മോഹനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, പഴയ കാര്യങ്ങൾ മുഴുവൻ ഇത്രയും വ്യക്തമായിട്ട് ഓർത്തു വയ്ക്കുന്നൊരു വ്യക്തി. അത് ഇപ്പോൾ നമുക്കൊക്കെ ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകൾ അത് എത്ര വളരെ വ്യക്തമായിട്ട് ഓർത്തു വയ്ക്കുക. അതെന്താ ഇന്നസെൻ്റ് ശരിക്കും ഇങ്ങനെ ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഞാനിപ്പോൾ അലങ്കാരം, മുൽപ്രേക്ഷ, കാകളി ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ പലപ്പോഴും. കാര്യം ഇതൊക്കെ ഇന്നസെൻ്റ് പലപ്പോഴും അങ്ങനെ ഒരു വിഷയം ഒരു ഘട്ടം വരുമ്പോൾ അത് മുഴുവൻ വളരെ ഈസി ആയിട്ട് പറയും. അന്ന് പഠിപ്പിച്ചിരുന്ന മാസ്റ്റർമാർ, അന്ന് കൂടെ പഠിച്ചിരുന്ന വ്യക്തികൾ, ഇവരൊക്കെ നല്ല വ്യക്തമായിട്ട് ഓർമ്മ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ അവർ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളല്ല പഠിച്ചിരുന്നത്, അവരെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അധ്യാപകര്, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. പലപ്പോഴും ചില മാഷ്മാരൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ട് പോയിട്ട് എന്നോട് അന്നത്തെ കാലത്ത് ആ സ്കൂളിലെ ജോസഫ് എന്ന് പറഞ്ഞൊരു മാഷ് എൻ്റെ അടുത്ത് ചോദിച്ചു, ആ മാഷ് എങ്ങനെയുണ്ട്, പുതിയതായിട്ട് വന്നാൽ ക്ലാസ് എടുക്കാൻ എങ്ങനെ എടുക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരാന്ന് പറഞ്ഞു. സത്യമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഞാൻ പഠിക്കില്ലെങ്കിലും പഠിപ്പിക്കാൻ കഴിവുള്ള മാഷ്മാരെ ആരാണെന്നുള്ളത് നമ്മൾ അന്ന് മനസ്സിലാക്കി. പിന്നെ വല്ലപ്പോഴും അബദ്ധത്തിൽ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാനുള്ള കാരണം ഇയാൾ എന്താണ് ഈ വിഷയം എടുക്കാൻ വരുന്നതെന്നുള്ളത് വരെ നമുക്കറിയില്ല. പക്ഷെ അയാൾ ആ വിഷയം എടുത്തപ്പോൾ അതൊരു കഥയായി മാറുകയും ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ലെസനാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ജീവിതത്തിൽ വല്ലപ്പോഴും കഥയിലൂടെ നർമ്മത്തിലൂടെ നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു.